വയനാട്ടിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. തിരുനെല്ലി കാരമാട് ഉന്നതിയിലെ സുനീഷിനാണ് പരിക്കേറ്റത്. ആക്രമിച്ചത് പുലിയാകാനാണ് സാധ്യത എന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. എം കമലാണ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, വീണ്ടും വന്യജീവി ആക്രമണത്തിന്റെ വിവരം വരികയാണ്. ഈ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? വനം വകുപ്പ് എന്താണ് പറയുന്നത്? ഏത് മൃഗമാണെന്ന് സ്ഥിരീകരിച്ചോ? പൂജ, വിദ്യാർത്ഥിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സുനീഷ്. കൈക്ക് ആഴത്തിൽ നഖം കൊണ്ടുള്ള മുറിവുണ്ട്. അതുപോലെ ഈ റിബ്സിന്റെ ഭാഗത്ത് ശരീരത്തിലും അത്തരത്തിലൊരു മുറിവുണ്ട്. അതല്ലാതെ മറ്റ് രീതി ആശങ്ക ഉണ്ടാക്കുന്ന പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. തോട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം തോട്ടിൽ കുളിക്കാൻ പോയി മടങ്ങി വരുമ്പോൾ ഈ വനമേഖലയാണ് ഈ പ്രദേശം. അപ്പപ്പാറയൊക്കെ വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലകളാണ്. അത്തരത്തിൽ ഈ തോട്ടിൽ നിന്ന് നടന്നു വരുമ്പോൾ കടുവ ആക്രമിച്ചു എന്നാണ് ഈ നാട്ടുകാരും ഒക്കെ പറയുന്നത്. പക്ഷെ വനംവകുപ്പ് പറയുന്നത് ഈ പരിക്കിന്റെ സ്വഭാവമൊക്കെ വെച്ച് അത് പുലിയാകാനാണ് സാധ്യത എന്നാണ്. എന്തായാലും RRT സംഘം ആ പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഇതുവരെ ഏതെങ്കിലും സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരം, ഏത് വന്യമൃഗമാണ് ആക്രമിച്ചത് എന്നത് സംബന്ധിച്ച സ്ഥിരീകരണം വന്നിട്ടില്ല.